ഹായ് എവരി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സേറ്റി. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള തേർഡ് സെമസ്റ്റർ BCom BBAൻ്റെ ഒരു കോമൺ പേപ്പറായിട്ടുള്ള പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിലെ ഫസ്റ്റ് മോഡ്യൂളിലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൽ മൊഡ്യൂൾ 1 പ്രൊഫഷണലിസം. ഇനി എന്താണ് ഒരു പ്രൊഫഷൻ? എ പ്രൊഫഷൻ റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ഓഫൺ ലോങ് ആൻഡ് ഇൻറ്റൻസീവ് അക്കാഡമിക് പ്രിപ്പറേഷൻ. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് അക്വയർ ചെയ്തിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ നമ്മൾ എന്ത് നടത്താൻ പറ്റുള്ളൂ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാനേജ്മെൻറ്റിലൊരു സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് നോളജ് അക്വയർ ചെയ്തിട്ടുള്ള പേഴ്സൺസിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഫഷണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പേഴ്സൺസിന് ഉണ്ടാവേണ്ട അവർ അക്വയർ ചെയ്തിട്ടുള്ള അവരുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ മറ്റ് ട്രൈറ്റ്സ്, അതിനെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രൊഫഷൻ നടത്തുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ ക്വാളിറ്റീസൊക്കെ ഉള്ള ഒരു പ്രൊഫഷണലിന് ഒരു പക്ഷേ ഒരു ഹയർ ഡിഗ്രി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്, അവർക്ക് അവരെന്താണ്? പ്രൊഫഷണലാണ്. കാരണം എന്താ? അവർക്ക് അതിനുള്ള ക്വാളിറ്റീസ് ഉണ്ട്, അവർക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക കഴിവുണ്ട്. ഓക്കെ, ഒരു സർട്ടൻ എബിലിറ്റീസ് അവർക്ക് ഇൻഹെറിൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ജന്മനാൽ കിട്ടുന്ന ഒരു വാസന ഉണ്ടല്ലോ. അപ്പോൾ ചില ആൾക്കാർ ഭയങ്കര സ്പീച്ചിലൊക്കെ നല്ല ഇതായിരിക്കും, പ്രസംഗിക്കാനൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ അത് പഠിച്ചിട്ടായിരിക്കില്ല, പക്ഷേ അവർക്ക് ഓൾറെഡി അങ്ങനെ ഒരു കഴിവുണ്ടാവും. ചില ആൾക്കാർ ഭയങ്കര ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന മാനേജേഴ്സ് അവർ ആ ഒരു കാര്യത്തിൽ ഭയങ്കര പ്രൊഫഷണലാണ് എന്ന് നമ്മൾ പറയും. കാരണം എന്താണ്? അവർക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഓൾറെഡി ഉണ്ട്, അങ്ങനെ ഒരു എബിലിറ്റി ഓൾറെഡി ഉണ്ട്. പക്ഷെ ആ എബിലിറ്റീനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? എബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണില്ല. ആ എബിലിറ്റീനെ കൂടുതൽ സ്കില്ല് അവർ നേടിയെടുത്തിട്ടും കൂടുതൽ നോളജ് നേടിയെടുത്തിട്ടും അതുപോലെ തന്നെ അതിന് അവരുടെ പ്രൊഫഷനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഡിഗ്രികൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹയർ സ്റ്റഡീസൊക്കെ നടത്തിയിട്ടും അവരതിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ അതിൽ കൂടുതൽ പ്രൊഫഷണലാവും. അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പെർട്ടിക്കുലർ ജോബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഫീൽഡിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ നമുക്കതിൽ എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ നമുക്കുള്ള നമ്മളുടെ എബിലിറ്റി, കഴിവിനെ അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റീനെ അല്ലെങ്കിൽ നമ്മളുടെ കണ്ടക്റ്റ്, അതിനൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് റിക്വയർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആൻഡ് ഓഫൺ ലോങ് ആൻഡ് ഇൻറ്റൻസീവ് അക്കാഡമിക് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഒരുപാട് കാലം നമ്മൾ അക്കാഡമിക് പ്രിപ്പറേഷനിലൂടെ നേടിയെടുക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് നോളജാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആ സ്പെഷ്യലൈസ്ഡ് നോളജ് അക്വയർ ചെയ്തിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അവർക്കുള്ള ആ സ്പെഷ്യലൈസ്ഡ് നോളജ് കൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള സ്കില്ലുകൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റ്, പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ അവരുടെ എയിംസ്, അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ക്വാളിറ്റീസ്, അതിനൊക്കെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വർക്കിൽ അവർക്കുള്ള ആ സ്കില്ലുകൊണ്ട് അവരെങ്ങനെയാണോ ആ വർക്ക് കൈകാര്യം ചെയ്യുന്നത്, അതാണ് പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പ്രൊഫഷണലിസം? പ്രൊഫഷണലിസം ഈസ് ദി കണ്ടക്ട്, എയിംസ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് ക്യാരക്ടറൈസ് ഓർ മാർക്ക് എ പ്രൊഫഷൻ ഓർ എ പ്രൊഫഷണൽ പേഴ്സൺ. അതായത് ഒരു പ്രൊഫഷനെയോ, അതായത് ഒരു തൊഴിലിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വ്യക്തിയെയോ വിശേഷിപ്പിക്കുന്നതോ, ക്യാരക്ടറൈസ് ചെയ്യുക, വിശേഷിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മാർക്ക് ചെയ്യണതോ, ദാറ്റ് ഈസ് അടയാളപ്പെടുത്തുന്നതോ ആയിട്ടുള്ള പെരുമാറ്റം, കണ്ടക്റ്റ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണിന് വേണ്ട, അതായത് അവർക്ക് വേണ്ട അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത്, അതേപോലെ തന്നെ അവരുടെ എയിംസ് എന്തൊക്കെയാണ്, അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്? പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലിസം ഈസ് ദി വേ ആൻ ഇൻഡിവിജ്വൽ കണ്ടക്ട് ഹിംസെൽഫ് അറ്റ് വർക്ക് ടു റെപ്രസെൻറ്റ് ബോത്ത് ഹിംസെൽഫ് ആൻഡ് ഹിസ് കമ്പനി ഇൻ എ പോസിറ്റീവ് വേ.
അതായത് ഒരു വ്യക്തി ഒരു പോസിറ്റീവായിട്ട് ഉള്ള രീതിയിൽ പ്രതിനിധീകരിക്കുന്നതിന് ജോലി സ്ഥലത്ത് അയാൾ സ്വയം പെരുമാറുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായേക്കാവുന്ന പെരുമാറ്റ രീതിയാണ് പ്രൊഫഷണലിസത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റാൻഡേർഡ്സ് ഫോർ ബിഹേവിയർ. സ്റ്റാൻഡേർഡ്സ് ഫോർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെരുമാറുന്നതിനുള്ള സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ദാറ്റ് ഈസ് നമ്മളുടെ പെരുമാറ്റത്തിന് ഉണ്ടാവുന്ന സർട്ടൻ മെഷേഴ്സ്, മാനദണ്ഡങ്ങളാണ്. ദാറ്റ് മൈറ്റ് ബി റിക്വയേർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട, അതായത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായേക്കാവുന്ന സർട്ടൻ ബിഹേവിയറൽ സ്റ്റാൻഡേർഡ്സ്, അതായത് സ്റ്റാൻഡേർഡ്സ് ഫോർ ബിഹേവിയർ ആണ് എന്തിൽ വരുന്നത്? പ്രൊഫഷണലിസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ, അതായത് ഒരു തൊഴിലിൽ നമുക്ക് എങ്ങനെ പെരുമാറണം. അപ്പോൾ ഓരോ തൊഴിലിനും പെരുമാറുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഒരു മാനേജർ, ആ മാനേജർ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ തന്നെ ഒരു ഓപ്പറേറ്റീവ് വർക്കർ, ഒരു സാധാരണ തൊഴിലാളി, അയാൾ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അയാളുടെ പെരുമാറ്റത്തിന് ഒരു രീതിയുണ്ട്. അപ്പോൾ പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പ്രൊഫഷൻ, അതായത് ഒരു തൊഴിൽ, അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ പേഴ്സൺ, അതായത് ആ പ്രൊഫഷനിലുള്ള വ്യക്തി. ഓക്കെ, അപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കേണ്ട സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതേപോലെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ക്വാളിറ്റീസ് എങ്ങനെയൊക്കെയാണ് അവരത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, then next, professionalism is necessary for the long-term success of any business, large or small. അപ്പോൾ ഒരു ബിസിനസ്, അത് ലാർജ് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും സ്മോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലോങ് ടേം സക്സസ്സിന് എന്ത് അത്യാവശ്യമാണ്? പ്രൊഫഷണലിസം അത്യാവശ്യമാണ്. അപ്പോൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള പേഴ്സൺസിനായിരിക്കും നമ്മൾ ആ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണലിസം ഈസ് നെസസറി ഫോർ ലോങ് ടേം സക്സസ് ഓഫ് എനി ബിസിനസ് എൻ്റർപ്രൈസസ്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണലിസം എൻഷുർ ചെയ്യുന്നത് എന്താണ്? ദാറ്റ് കസ്റ്റമർ റിലേഷൻഷിപ്സ് ആർ മെയിൻറ്റെയിൻഡ്. കസ്റ്റമേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ എംപ്ലോയി ഇൻട്രാക്ഷൻസ് ആർ പോസിറ്റീവ്. എംപ്ലോയീസിനോടുള്ള ഇൻട്രാക്ഷൻസ് പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് ദാറ്റ് എ കമ്പനി മീറ്റ്സ് ഇറ്റ്സ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനിക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രൊഫഷണലിസം എൻഷുർ ചെയ്യുന്നത് എന്താണ്? ദാറ്റ് കസ്റ്റമർ റിലേഷൻഷിപ്സ് ആർ മെയിൻറ്റെയിൻഡ്. കസ്റ്റമേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എംപ്ലോയി ഇൻട്രാക്ഷൻസ് പോസിറ്റീവാണ്. അതേപോലെ തന്നെ കമ്പനി അതിൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെഫിനിഷനാണ്. That is according to Eric Mognax, professionalism is someone's inherent ability to do what is expected of them and deliver quality work because they are driven to do so. അപ്പോൾ എറിക് മോഗ്നാക്സിൻ്റെ അഭിപ്രായത്തിൽ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരാളുടെ ഇന്നർ എബിലിറ്റിയാണ്, അതായത് ഇൻഹറൻറ്റ് എബിലിറ്റിയാണ്, നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ഒരു എബിലിറ്റിയാണ്, ഒരു കഴിവാണ്. ടു ഡു വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം. അവരിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകാനുള്ള അവരുടെ ഒരു ഇന്നർ എബിലിറ്റി, അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു കഴിവിനെയാണ് പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവർ ക്വാളിറ്റി വർക്കാണ് പ്രൊവൈഡ് ചെയ്യുക. കാരണം അവർ അതിനായിട്ട് തന്നെ ഉള്ള പേഴ്സൺസ് ആണ്. അതായത് ഇപ്പോൾ ഒരു വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് വളരെ സത്യസന്ധതയോട് കൂടി, വളരെ ക്വാളിറ്റി ആയിട്ട്, നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യുന്ന പേഴ്സൺസിനെയാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എറിക് മോഗ്നാക്സിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി നല്ല ഗുണനിലവാരമുള്ള ജോലി, അതായത് ക്വാളിറ്റി വർക്ക് നൽകാനുള്ള ആ ഒരു പേഴ്സന്റെ ഇന്നർ എബിലിറ്റി അല്ലെങ്കിൽ ഇൻഹറന്റ് എബിലിറ്റി അല്ലെങ്കിൽ ഇന്നർ ക്വാളിറ്റീനെയാണ് പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ആട്രിബ്യൂട്ട്സ് ഫോർ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഫോർ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലിസത്തിന്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് പ്രൊഫഷണലിസം, അതിൻ്റെ സവിശേഷതകളാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് സ്പെഷ്യലൈസ്ഡ് നോളജ്, രണ്ടാമത്തേത് കോമ്പിറ്റൻസി, മൂന്നാമത്തേത് ഹോണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ദെൻ നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി, നെക്സ്റ്റ് സെൽഫ് റെഗുലേഷൻ, ദെൻ പ്രൊഫഷണൽ അപ്പിയറൻസ് ആൻഡ് പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, അപ്പം എന്താണ് സ്പെഷ്യലൈസ്ഡ് നോളജ്? അപ്പോൾ പ്രൊഫഷണൽസ് ആർ നോൺ ഫോർ ദെയർ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ദേ ടേക്ക് ഗ്രേറ്റ് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ് ദെയർ സ്കിൽസ്. അപ്പോൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ കൂടുതൽ കമ്മിറ്റഡ് ആയിരിക്കും. അതായത് അതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ്
നൽകും. കാരണം അവരെപ്പോഴും അവരുടെ സ്പെഷ്യലൈസ്ഡ് സ്കില്ല് അത് ഡെവലപ്പ് ചെയ്യുകയും അത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചറാണ് എന്ത്? സ്പെഷ്യലൈസ്ഡ് നോളജ്. പ്രൊഫഷണലിസത്തിൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ദെൻ സെക്കൻഡ് വൺ ഈസ് കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എബിലിറ്റി, കഴിവ്. ഓക്കെ, അപ്പോൾ കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് മേക്ക് എക്സ്ക്യൂസ്, ഓൾവേസ് ഫോക്കസ് ഓൺ ഫൈൻഡിങ് സൊല്യൂഷൻസ്. അപ്പോൾ അവർക്ക് എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അതിനൊരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല. അവരതിന് ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും സൊല്യൂഷൻ കണ്ടെത്തിയും കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള പേഴ്സൺസിനെയാണ്, അതായത് ഒരു പ്രത്യേക കഴിവുള്ള ഇൻഹറൻറ്റ് എബിലിറ്റി ഉള്ള പേഴ്സൺസാണ് എന്തെന്ന് പറയുന്നത് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണലിസത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ് എന്ത്? കോമ്പിറ്റൻസി. ദെൻ നെക്സ്റ്റ് ഈസ് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി പറഞ്ഞാൽ എന്താണ്? സത്യസന്ധത അല്ലേ? അതേപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി, സമഗ്രത എന്ന് പറയും. അപ്പോൾ സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷണൽ എക്സിബിറ്റ്സ് ക്വാളിറ്റീസ് സച്ച് ആസ് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ പ്രൊഫഷണലിസത്തിൽ എന്തുണ്ടാവും? അവർക്ക് നല്ല രണ്ട് ക്വാളിറ്റിയാണ്. ഒന്ന് ഹോണസ്റ്റി, അവരവരുടെ വർക്കിൽ സത്യസന്ധത കാണിക്കും, അതായത് സത്യസന്ധരായിരിക്കും. അതായത് വർക്ക് അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് ഒരു ക്വാളിറ്റി വർക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യില്ല. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അവരവരുടെ വർക്കിൽ എന്താണ്? ക്വാളിറ്റി വർക്കാണ് പ്രൊവൈഡ് ചെയ്യുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള പേഴ്സൺസാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വർക്ക് പരമാവധി അവർക്ക് കഴിയുന്ന അവരുടെ കഴിവിൻ്റെ പരമാവധി അവരത് സിൻസിയറായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അവരെന്താണ്? ഹോണസ്റ്റാണ്, സത്യസന്ധതയുള്ള പേഴ്സൺസാണ്. ദേ കീപ് ദെയർ വേർഡ് ആൻഡ് സോ ദേ ക്യാൻ ബി ട്രസ്റ്റഡ്. അവരവരുടെ വേർഡ് കീപ്പ് ചെയ്യും എന്നാണ്, അതായത് അവരവരുടെ വാക്ക് പാലിക്കുക. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്ത് ചെയ്യാം? ട്രസ്റ്റ് ചെയ്യാം. ഒരിക്കലും അവർ ആ ട്രസ്റ്റ്, അതായത് നമ്മളുടെ വിശ്വാസം ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ആ ഒരു വിശ്വാസത്തിന് കോട്ടം വരുത്തൂല. അപ്പോൾ അവർ ട്രസ്റ്റ് വർത്തിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി മീൻസ് ആക്സെപ്റ്റിംഗ് മിസ്റ്റേക്സ് ഓർ പ്രോബ്ലംസ് ആൻഡ് വർക്കിംഗ് ഫോർ എ സൊല്യൂഷൻ. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മിസ്റ്റേക്ക്, ഇപ്പോൾ ഒരു പ്രൊഫഷണലിന് എന്തെങ്കിലും മിസ്റ്റേക്സോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക്, ആ പ്രോബ്ലംസ് അവർ ആക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. പ്രൊഫഷണൽസ് ആർ ഓൾവേസ് അക്കൗണ്ടബിൾ ഫോർ ദെയർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, എസ്പെഷ്യലി വെൻ ദേ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് അവർ കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ വേർഡിൽ എപ്പോഴും അക്കൗണ്ടബിൾ ആണ്, അതായത് അവരവരുടെ തോട്ട്സിൽ അക്കൗണ്ടബിൾ ആണ്. അതായത് അവർക്ക് അതൊരു ഒരാളെടുത്ത് അവരൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് അതിനെല്ലാം അവർ അക്കൗണ്ടബിൾ ആണ്, അതായത് പ്രതിബദ്ധതയുള്ള പേഴ്സൺസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്. അതായത് വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പോലും പ്രൊഫഷണൽസ് വളരെ മെച്യൂർഡായിട്ട് വളരെ പക്വതയോടെയാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്. അതായത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് അവരത് കൈകാര്യം ചെയ്യുക. ഓക്കെ, അതാണ് സെൽഫ് റെഗുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് അവരുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ അവരുടെ ദേഷ്യം, അവരുടെ സ്ട്രെസ്സ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഒരു പ്രൊഫഷണലിനുണ്ട്. ഒരിക്കലും അവർ ഇമോഷണലി എന്ത് ചെയ്യൂല, അവർ ഒന്നും ചിന്തിക്കാതെ അവർ പ്രവർത്തിക്കൂല. ഇമോഷണലി അവർ ചാടി ഒരു കാര്യത്തിലും ഇടപെടില്ല. പകരം അവർ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ അവരൊരു സൊല്യൂഷനിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വേസ്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും പ്രൊഫഷണൽസ് വളരെ പക്വതയോടെയാണ് എന്ത് ചെയ്യുക, പെരുമാറുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദി ഫ്യൂ പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് പോർട്രേ സെൽഫ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡ്സ്. അതായത് ഒരു പ്രൊഫഷണലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു പ്രൊഫഷണലിസം, അതായത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നേരത്തെ ആട്രിബ്യൂട്ട്സ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ദെൻ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സണാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള ഒരു പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, സവിശേഷതകളാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് പോർട്രേ സെൽഫ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൽഫ് പോർട്രേ ചെയ്യാനും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പെരുമാറുന്ന രീതിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ അപ്പിയറൻസ് ആണ്. ഓക്കെ, അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടായിരിക്കണം.
പ്രൊഫഷണൽ അപ്പിയറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ ഡ്രസ് കോഡ് തന്നെയാണ്. ഓക്കെ, മെയിനായിട്ട് ഇപ്പം നമ്മളൊരു പേഴ്സണിനെ കാണുമ്പോൾ അയാളൊരു സാധാരണ മനുഷ്യനാണോ അല്ലെങ്കിൽ നല്ല ഒരു ഹൈ സ്റ്റാറ്റസിലുള്ള പേഴ്സൺ ആണോ എന്നൊക്കെ ഉള്ളത് അയാളുടെ ഡ്രസ്സിൽ നോക്കി നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണലിനെ അവരെപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അവർക്കൊരു ഒരു ഡ്രസ് കോഡ് ഉണ്ടാവും, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടാവും, ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാവും. അപ്പോൾ അവരുടെ അപ്പിയറൻസ് അതായത് ഭയങ്കര ക്ലീൻ ആയിരിക്കും, ഒരു വൃത്തിയൊക്കെ ഉള്ള പേഴ്സൺസ് ആയിരിക്കും, നല്ല ക്ലീൻ ആയിട്ട് നല്ല ആരും കണ്ട ഒന്ന് നോക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് ആണ്. അതായത് അവർ കോഡ് ഓഫ് എത്തിക്സിലും അവരെന്താണ്, പ്രൊഫഷണലാണ്. അതായത് അവരുടെ പെരുമാറ്റത്തിലും അവരുടെ വേർഡിലും അവരുടെ തോട്ട്സിലൊക്കെ അവർ ട്രസ്റ്റ്ഫുൾ ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ എത്തിക്സിലും അവരെന്താണ്, മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊഫഷണൽ ലാംഗ്വേജ് ആണ്. അവരുടെ ലാംഗ്വേജും ഒരു അട്രാക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവരുടെ വേ ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സൺ ആയിരിക്കും, ഇമോഷണൽ കൺട്രോൾ ഉള്ള പേഴ്സൺ ആയിരിക്കും, ദെൻ എത്തിക്കൽ ബിഹേവിയർ ഉള്ള പേഴ്സൺ ആയിരിക്കും, റിലയബിൾ വിശ്വസനീയമാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് ആർ ട്രസ്റ്റ് വർത്തീസ്. അപ്പോൾ അവരെ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന പേഴ്സൺസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദേ ആർ അക്കൗണ്ടബിൾ. അവർ അക്കൗണ്ടബിൾ ആണ്. അതേപോലെ തന്നെ എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്, അവരുടെ ടൈം അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന പേഴ്സൺസ് ആണ്. റെസ്പെക്ട്ഫുൾ ടു അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന പേഴ്സൺസ് ആണ്. ഒരു പ്രൊഫഷണൽ എപ്പോഴും മറ്റുള്ള പേഴ്സൺസിനെയൊക്കെ ബഹുമാനിക്കും, അവർക്ക് വേണ്ട ആദരവ് നൽകും എന്നുള്ളതാണ്. ദെൻ സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ ആണ് ആരെന്ന് പറയുന്നത്, ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ദേ പൊസസ് സോഫ്റ്റ് സ്കിൽസ്. അവർക്ക് സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്ക് സോഫ്റ്റ് സ്കിൽസ് പൊസസ് ചെയ്തിട്ടുള്ള പേഴ്സൺസിനെയാണ് പ്രൊഫഷണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണൽ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പ്രൊഫഷണലിസം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പ്രൊഫഷണലിസം. ഇത് എസ്സേക്കായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പ്രൊഫഷണലിസം. അപ്പോൾ നമ്മൾ എസ്സേ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ആൻസർ ചെയ്യാൻ നോക്കുക. പ്രൊഫഷണലിസം എന്താണെന്ന് ചെറിയൊരു മീനിങ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ ട്രൈറ്റും ഓരോ ക്വാളിറ്റീസും ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പം നമ്മൾ എക്സാമിന് എഴുതുന്ന രീതി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് കിട്ടാനായിട്ട്. ഇപ്പോൾ ഈ PDF കാണുന്ന പോലെ തന്നെ ഇപ്പം നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമായിട്ട് പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എൻകംപാസസ് എ റേഞ്ച് ഓഫ് ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ദാറ്റ് ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെൻറ്റ്, റെസ്പെക്റ്റ് ആൻഡ് കോമ്പിറ്റൻസ് ഇൻ എ വർക്ക് ഓർ അക്കാഡമിക് സെറ്റിംഗ്. അപ്പോൾ ഒരു വർക്ക് നമ്മളൊരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സെറ്റിങ്ങിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സർട്ടൻ ക്വാളിറ്റീസാണ്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്, കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, കോമ്പിറ്റൻസ്, കഴിവ്, ഇതൊക്കെയാണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പ്രൊഫഷണലിസത്തിന് ഇങ്ങനെ 10 പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ട്രേറ്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രസ്റ്റാണ് അല്ലേ, വിശ്വസനീയം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ദാറ്റ് ഈസ് എന്തിനാണ് റിലയബിലിറ്റി വേണ്ടത്, എന്തിനാണ് റെസ്പോൺസിബിലിറ്റി വേണ്ടത്, ദാറ്റ് ഈസ് ടു കംപ്ലീറ്റ് ടാസ്ക് ഓൺ ടൈം ആൻഡ് മീറ്റിംഗ് ഡെഡ് ലൈൻസ്. അപ്പോൾ ഓൺ ടൈമിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ടൈമിൽ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഒരു ടൈമിൽ തന്നിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആൻഡ് മീറ്റിംഗ് ഡെഡ് ലൈൻസ്. അപ്പോൾ ഡെഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. ആ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ടായിരിക്കണം, പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. സോ അവരത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിലയബിലിറ്റിയും ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബീങ് അക്കൗണ്ടബിൾ ഫോർ വൺസ് ആക്ഷൻ. ഒരാളുടെ ആക്ഷന് ഇവർ റെസ്പോൺസിബിൾ ആവുകയാണ്. അതായത് ഇവർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ വേറൊരാൾ പെരുമാറുമ്പോൾ
മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻസ് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ആര് അക്കൗണ്ടബിൾ ആണ്? ഒരു പ്രൊഫഷണൽ അക്കൗണ്ടബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഡിപ്പെൻഡബിൾ ഇൻ ഫുൾഫില്ലിംഗ് റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ ഡിപ്പെൻഡബിൾ ആണ്. അതായത് മറ്റുള്ളവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ആണ് ആര്? പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡബിൾ ആണ് ആര്? ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അതായത് രണ്ടാമത്തെ ട്രൈറ്റ് ആണ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. ഓക്കെ, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി വേണ്ടത്, എന്തിനാണ് ഹോണസ്റ്റി വേണ്ടത്? ഒന്ന്, അപ്ഹോൾഡിങ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മുറുകെ പിടിക്കാനുള്ള ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ ഹോണസ്റ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ബീയിങ് ഹോണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷനിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതായത് എല്ലാവരുടെ അടുത്തും ഒരുപോലെ കമ്മ്യൂണിക്കേഷൻ നടത്തണം. അതുപോലെ തന്നെ അതിൽ ഹോണസ്റ്റുമായിരിക്കണം. ഓക്കെ, അപ്പോൾ ബീയിങ് ഹോണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അവോയ്ഡിങ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലൊക്കെ വരുന്ന തർക്കങ്ങൾ ഉണ്ടാവും, അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ട്രൈറ്റ് ആണ് എന്ത്? റെസ്പെക്റ്റ് ആൻഡ് കോർട്ടസി. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ മറ്റുള്ളവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും, അവർക്ക് നൽകേണ്ട ആദരവ് അവർക്ക് നൽകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ റെസ്പെക്റ്റ് ആൻഡ് കോർട്ടസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്താണ്? ട്രീറ്റിംഗ് എവരി വൺ വിത്ത് റെസ്പെക്റ്റ് റിഗാർഡ്ലെസ് ഓഫ് പൊസിഷൻ. അപ്പോൾ പൊസിഷൻ നോക്കാതെ എല്ലാ പേഴ്സൺസിനെയും എല്ലാവരെയും ഒരേപോലെ ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, പ്രാക്ടീസിങ് ആക്റ്റീവ് ലിസണിങ്. എപ്പോഴും ലിസണിങ് ആണ്, അതായത് അവർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പ്രാക്ടീസിങ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിലാണോ ഒരു പ്രൊഫഷണൽ, ഏത് ഫീൽഡിലാണോ അയാൾ പ്രൊഫഷണൽ ആയിട്ടുള്ളത്, ആ ഫീൽഡിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ അയാൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടും മറ്റ് കാര്യങ്ങൾ ഓരോരുത്തരുടെ സ്പീച്ചൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഇന്നർ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ അതാണ് പ്രാക്ടീസിങ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഷോയിങ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ കൊളീഗ്സ്. ദെൻ നെക്സ്റ്റ് കോമ്പിറ്റൻസി ആൻഡ് സ്കിൽസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് സോഫ്റ്റ് സ്കില്ലും മറ്റ് സ്കില്ലുകളെല്ലാം ആർക്ക് വേണം? ഒരു പക്ക പ്രൊഫഷണലിന് വേണം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂലി ഇംപ്രൂവിങ് ആൻഡ് അപ്ഡേറ്റിംഗ് നോളജ്. അപ്പോൾ നോളജ് നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ നോളജ് അവർ ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ നോളജ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ രണ്ടാമത്തേത് ഡെമോൺസ്ട്രേറ്റിംഗ് എക്സ്പെർട്ടൈസ് ഇൻ വൺസ് ഫീൽഡ്. അതായത് ഒരാളുടെ മേഖലയിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് അതിലുള്ള വൈദഗ്ധ്യം, അയാൾക്ക് എത്രത്തോളം അതിൽ കഴിവുണ്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്, അത് പ്രകടിപ്പിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് ഒരു പ്രൊഫഷണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ബീയിങ് വില്ലിംഗ് ടു ലേൺ ആൻഡ് അഡോപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ്. അതായത് ബീയിങ് വില്ലിംഗ് ടു ലേൺ, പഠിക്കാനും പുതിയ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാനും ആര് തയ്യാറാണ്? ഒരു പ്രൊഫഷണൽ തയ്യാറാണ് എന്നുള്ളതാണ് കോമ്പിറ്റൻസി ആൻഡ് സ്കിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. ഒരു പ്രൊഫഷണലിന് എന്തിലൊക്കെയാണ് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്? ഒന്ന്, ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് ലേണിംഗ് ഫ്രം ദം. അതായത് ഒരു പ്രൊഫഷണലിന് എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് പഠിക്കുകയും പിന്നീട് ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഒരു പ്രൊഫഷണലിനുണ്ട്. ദെൻ രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഫോളോയിങ് ത്രൂ വിത്ത് പ്രോമിസസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്സും പ്രോമിസുമായിട്ട് അവർ തുടർന്നുകൊണ്ട് പോവുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഹോൾഡിങ് വൺ സെൽഫ് ടു ഹൈ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഉയർന്ന സ്റ്റാൻഡേർഡ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരാളെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരു പ്രൊഫഷണലിന് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ട്രൈറ്റ് ആണ് അപ്പിയറൻസ് ആൻഡ് പ്രസൻറ്റേഷൻ. ഒരു പ്രൊഫഷണലിൻ്റെ അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസും അയാളുടെ പ്രസൻറ്റേഷനും, അയാൾ സംസാരിക്കുന്ന രീതി, മറ്റു കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഡ്രസ്സിങ് അപ്രോപ്രിയേറ്റ്ലി ഫോർ ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എവിടെയാണോ പെരുമാറുന്നത് ആ ഒരു സാഹചര്യം, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് മെയിൻറ്റെയിനിങ് എ നീറ്റ് ആൻഡ് പ്രൊഫഷണൽ അപ്പിയറൻസ്. അപ്പോൾ നല്ലൊരു നീറ്റായിട്ടുള്ള അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫഷണലിസത്തിൻ്റെ അടുത്തൊരു ട്രൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഷോയിങ്
അറ്റൻറ്റീവ്നെസ് ടു ഡീറ്റെയിൽസ് ഇൻ വൺസ് വർക്ക്. അപ്പോൾ ഒരാളുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റൻറ്റീവ്നെസ് അതിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ട്രൈറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ തന്നെയാണ്. ദാറ്റ് ഈസ് അതിൽ പറയുന്നത് എന്താണ്, കൺവേയിങ് ഐഡിയാസ് ക്ലിയർലി ആൻഡ് എഫക്റ്റീവ്ലി. അപ്പോൾ ഫലപ്രദമായിട്ട്, ഫ്രൂട്ട്ഫുള്ളി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി നമുക്ക് കാര്യക്ഷമമായിട്ട് ആ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ ആർക്ക് സാധിക്കണം, ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ ഒരു പ്രൊഫഷണലിന് കഴിയണം. രണ്ടാമത്തേത് ലിസണിങ് ആക്റ്റീവ്ലി ആൻഡ് പ്രൊവൈഡിങ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ആക്റ്റീവായിട്ട് കേട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ കേട്ടിട്ട് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് അഡാപ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ടു സ്യൂട്ട് ദി ഓഡിയൻസ്. ഓഡിയൻസിന് സ്യൂട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ. അടുത്ത ട്രൈറ്റ് ആണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ. എന്തിലൊക്കെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണ്ടത്? അതുപോലെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അപ്രോച്ചിങ് ചലഞ്ചസ് വിത്ത് എ കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്ക്. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്കായിട്ട് ഒരു ചലഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുക. ഡെമോൺസ്ട്രേറ്റിംഗ് ഇന്തൂസിയാസം ആൻഡ് സ്ട്രോങ് വർക്ക് എത്തിക്. ദെൻ ബീങ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് പ്രോആക്റ്റീവ് ഇൻ റെസ്പോൺസിബിലിറ്റീസിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമ്മൾ എത്തിക്സ് കാണിക്കണം, അതുകൊണ്ടാണ് എത്തിക്കൽ എന്ന് പറയുന്നത്. മേക്കിംഗ് ചോയ്സസ് ദാറ്റ് അപ്ഹോൾഡ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ്. ഇൻറ്റഗ്രിറ്റിയും ഫെയർനെസ്സും മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തി കാട്ടുന്ന ചോയ്സസ്, ഓൾട്ടർനേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് കൺസിഡറിങ് ദി ഇമ്പാക്റ്റ് ഓഫ് ഡിസിഷൻ ഓൺ അതേഴ്സ്. മറ്റുള്ളവരിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് മറ്റുള്ളവരിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് കൺസിഡർ ചെയ്യുക. ദെൻ ബീങ് ഗൈഡഡ് ബൈ മോറൽ വാല്യൂസ്. മോറൽ വാല്യൂസായിട്ട് നമ്മൾ വർക്കേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പേഴ്സൺസിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ദെൻ ലാസ്റ്റ് ട്രൈറ്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ സ്കില്ലാണ്. ടൈം മാനേജ് ചെയ്യാനും ഓർഗനൈസേഷൻ്റെ സ്കില്ല് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രയോറിറ്റൈസിങ് ടാസ്ക് എഫക്റ്റീവ്ലി. ടാസ്കുകൾ നമ്മൾ എഫക്റ്റീവായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മുൻഗണന നൽകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ടൈം മാനേജ്മെൻറ്റും ഓർഗനൈസേഷൻ സ്കില്ലൊക്കെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തേത് മീറ്റിംഗ് ഡെഡ് ലൈൻസ് കൺസിസ്റ്റൻ്റ്ലി. ഡെഡ് ലൈൻസ് നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് മെയിൻറ്റെയിനിങ് എ ബാലൻസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് അപ്രോച്ച്. ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് അപ്രോച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രൊഫഷണലിസത്തിൻ്റെ ട്രൈറ്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ്. എക്സാമിന് ഷുവറായിട്ട് ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്, എസ് എ ഒക്കെ ആയിട്ട് ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.